ജീവിതത്തിൽ ഇതിലപ്പുറം ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. സർവേശ്വരന്റെ സാക്ഷികൾക്ക് പറയാം, ജീവിതം. Respected Kiridam Unni sir and Dinesh Panikkar sir. Thank you so much. ലലേട്ട കുറച്ചു നേരം കൂടി ഈ വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ സ്നേഹത്തോടു കൂടി തന്നെ. 1989 റിലീസായ ഈ ചിത്രം ഇന്ന് 2027 റീമാസ്റ്റർ ചെയ്ത് നമുക്ക് സമ്മാനിക്കുന്ന നമ്മളുടെ NFDCയുടെ ബഹുമാന്യനായ MP ശ്രീ പ്രകാശ് മഗ്ദം അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. So we very humbly request you to kindly join with us and please receive a gesture of appreciation and gratitude from our end. കിരീടം സിനിമയുടെ ആ ഒരു സൃഷ്ടാവ് മലയാളികൾക്ക് എന്നും ഒരുപാട് നല്ല നല്ല സിനിമകൾ സമ്മാനിച്ച നമ്മളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ദ മെഗാ ക്രാഫ്റ്റ്സ്മാൻ CP Malil sir, kindly join with us please. Thank you so much from the bottom of all our hearts, the hearts of all Malayalam movie lovers, for gifting us so many great movies. CP Malil സാറും കൂടെ ഈ ഒരു വേദിയിൽ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊള്ളട്ടെ ലാലേട്ടനോടൊപ്പം തന്നെ. ആൻഡ് യെസ്, ഈ സിനിമ സാധ്യമാക്കിയ നമ്മളുടെ ആ രണ്ട് പ്രൊഡ്യൂസേഴ്സ്, വെൽക്കമിംഗ് once again onto the stage ശ്രീ കിരീടം ഉണ്ണി and ശ്രീ ദിനേശ് പണിക്കർ. Kindly join with us please. കുറച്ചുകൂടി നല്ല ഗൈഡൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു സിനിമ സമ്മാനിച്ച ഒരുപാട് പേര് ഈ വേദിയിലേക്ക് വരികയാണ്. അവർക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്ന ഈ വേദിയിൽ ആ സന്തോഷം നിറഞ്ഞു നിൽക്കട്ടെ. കയ്യടിയുടെ അകമ്പടിയോടുകൂടി ആവട്ടെ ഈ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു റീമാസ്റ്ററിംഗിന്റെ മാസ്റ്റർ മൈൻഡ്, താങ്ക് യു സോ മച്ച് സർ. യെസ്, യു മേ നൗ എക്സിറ്റ്. നമ്മളുടെ ഈ ഒരു റീമാസ്റ്ററിംഗ് ചെയ്ത് നമുക്കിപ്പോൾ എത്തിക്കുന്നതിന്റെ അല്ലെങ്കിൽ 1989 അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ GP വിജയകുമാർ സർ ഫ്രം ദ 7 Arts Entertainment. Thank you so much sir for remastering and gifting us this movie once again. മലയാളികൾ എക്കാലവും ഏറ്റവും അധികം ആസ്വദിച്ച പല ചിത്രങ്ങളുടെയും തിരക്കഥാകൃത്തായ ഒരുപാടധികം ചലച്ചിത്ര വിസ്മയങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീ ലോഹിതദാസ് സാറിന്റെ മക്കളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കമിംഗ് ഓൺ ടു ദി സ്റ്റേജ് മിസ്റ്റർ ഹരികൃഷ്ണൻ ലോഹിതദാസ് ആൻഡ് മിസ്റ്റർ വിജയ് ശങ്കർ ലോഹിതദാസ്. കൈൻഡ്ലി ജോയിൻ വിത്ത് us on this stage please. മഴയോടും മണ്ണിനോടും മലയാളികളുടെ ഏറ്റവും സന്തോഷമായ എല്ലാ നിമിഷങ്ങളോടും ചേർത്ത് വെച്ച് നമ്മൾ ആസ്വദിക്കുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി തന്നെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി റാണി ജോൺസൺ അവർകളെ മഴയോടൊപ്പം നല്ല ഒരു ചൂട് പാനീയത്തോടൊപ്പം, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ എന്താ ഒരു സുഖം എന്നുള്ളത്, ആ സ്നേഹത്തോടു കൂടി ആ ഒരു കയ്യടിയോടുകൂടി തന്നെ ഈ അമ്മയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്ലീസ്. താങ്ക് യു സോ മച്ച് ഈ ഒരു വേദിയിൽ എത്തിയതിന്. കണ്ണീർ പൂവിന്റെ ആ മനോഹരമായ വരികൾ, ആ വേദന തുളുമ്പുന്ന ആ വരികൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അവർകളെ ഈ വേദിയിലേക്ക് ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കണമേ എന്ന് ആവശ്യപ്പെട്ടുകൊള്ളുന്നു. Thank you so much for that lovely applauses. And the voice of Lalaton in all our minds, our very own N.G. Srikumar sir.
ഇങ്ങ് കേരളം മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള സജീവ സാന്നിധ്യമായി മാറിയ ഒരു ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട NG Srikumar sir. Thank you so much for being here with us. And now may I request Mrs. Parvati Jairam ma'am to kindly join with us on the stage. സേതുമാധവന്റെ സ്വന്തം ദേവിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. Thank you so much, ma'am. ശക്തമായി സേതുമാധവനൊപ്പം നിന്നിട്ടുണ്ടെങ്കിലും ഇവിടെ പറയാൻ പാടില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് ചേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജഗദീഷ് ചേട്ടാ, kindly join with us. The actor, producer, and a forever strong presence in our Malayalam movie industry, welcoming Sri Manin Pillaraju sir onto the stage. ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീമതി ശാന്ത കുമാരി മാം. ശാന്ത കുമാരി മാം ഇല്ല എന്ന് കരുതുകയാണ്. ശ്രീ കൊല്ലം തുളസി സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. Let's all put a big round of applause for our amazing actor Sri Kollam Tulasi sir. And also may I request the presence of Ms. Usha onto the stage. Mrs. Usha onto the stage. Apologies. തൊട്ടു പിന്നാലെ കിരീടം കുടുംബത്തിന്റെ ഒരു സ്നേഹ സമ്മാനം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ ശ്രീ യദു കൃഷ്ണൻ അവർകൾ. കയ്യടി തുടരാട്ടോ. കയ്യടിയിൽ നമുക്ക് ആർക്കും പുഷ് കാണിക്കേണ്ട. കയ്യടി അങ്ങനെ ഇങ്ങനെ നിലയ്ക്കാതെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. താങ്ക് യു സോ മച്ച് യദു കൃഷ്ണൻ ചേട്ടാ for being with us. And now may I request the presence of Mr. Pushapura Radhakrishnan sir. Thank you for being here with us today. നമ്മളുടെ കിരീടം ചിത്രം അതിന്റെ പബ്ലിസിറ്റി ഡിസൈൻസിന്റെ ഒക്കെ പിന്നിലുള്ള ആ ഒരു മനോഹരമായ ആ ഒരു കരം ആരുടേതാണ് എന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് മിസ് ഗായത്രി അശോകൻ. ഗായത്രി അശോകൻ, ശ്രീമതി ഗായത്രി അശോകൻ ഈ വേദിയിലില്ല, ബട്ട് ലെറ്റ് us acknowledge her presence. My apologies, Mr. Gayatri Ashokan. So are you here with us today? ഇല്ല എന്ന് കരുതുന്നു. തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ദ ലൈൻ പ്രൊഡ്യൂസർ ശ്രീ എ മനോജ്. ശ്രീ എ മനോജ് അദ്ദേഹം ഇപ്പൊ നമുക്കൊപ്പം ഉണ്ടായിരുന്നു, ബട്ട് ഹി ഹാസ് ലെഫ്റ്റ്. ആൻഡ് ഈസ് നമ്മളെല്ലാ സിനിമകളുടെയും പണ്ടത്തെ എല്ലാ സിനിമകളുടെയും സ്ഥിരം ഒരു പേരായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മളുടെ എല്ലാം നെഞ്ചിൽ കയറിയ ഒരു പേരാണ് ദ PRO ശ്രീ വാഴൂർ ജോസ് അവർകൾ. ശ്രീ വാഴൂർ ജോസ് അവർകൾ ഒരു നല്ല കയ്യടിയോടുകൂടി തന്നെ പണ്ട് നമുക്ക് ഇത്രയധികം ഓൺലൈൻ മീഡിയാസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഓരോ ചിത്രവും അത് ഇറങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് ആ വാർത്തകൾ എത്തിച്ചു തന്നുകൊണ്ടിരുന്ന ആ ഒരു ശക്തമായ PRO ദ വെരി ഓൺ വാഴൂർ ജോസ്. കിരീടത്തിന്റെ സംവിധായകനായ സിബി മലയിൽ സാറിന് എല്ലാ നിമിഷവും ഒരു ശക്തമായ കൈത്താങ്ങായി മാറിയ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. ലെറ്റ് മീ വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശ്രീ ജോയ് പാല. അദ്ദേഹം ഇവിടെയില്ല, ബട്ട് ലെറ്റ്സ് നൗ വെൽക്കം ദ നെക്സ്റ്റ് AD ശ്രീ മേലില രാധാകൃഷ്ണൻ, മേലില രാജശേഖരൻ. ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മേലില രാജശേഖരൻ. ഒരുപാട് കാലങ്ങളായി നമ്മളുടെ മലയാള സിനിമാ ലോകത്തെ ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ്. അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യം
നിലനിർത്തുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ദിവസത്തിന്റെ ഈ ഒരു റീ റിലീസിന്റെ ഈ ഒരു ഇവന്റ് നമുക്ക് സ്പോൺസർ ചെയ്ത നമ്മളുടെ ഡിയർ സ്പോൺസേഴ്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ദ വയാസോവ, the team Vaisova, thank you so much for gifting us this beautiful day. Thank you so much for sponsoring this event. Looking forward for more collaborations with you. ലാലേട്ടന്റെ ഒരു ചിത്രം കൂടെ ഇതാ ഈ ഒരു നിമിഷത്തിൽ വയാസോവ സമ്മാനിക്കുകയാണ്. ലാലേട്ടന്റെ ആ ഒരു വരച്ച ചിത്രം കൂടെ ഇതാ സമ്മാനിക്കുന്നു. താങ്ക് യു. And now let us welcome the team Al Salama. The Al Salama. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഇവന്റിന്റെ മറ്റൊരു സ്പോൺസറാണ് the team Al Salama. Thank you so much for partnering with us today and for being a strong presence in the remastering of the re-release of Kireedam movie. പ്രസാദ് സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ ആന്റണി അവർകൾ. May I also request the presence of Mr. Bhaskar from the Prasad Studios onto the stage. Thank you so much. And yes, നമ്മൾ ഇന്നത്തെ ഒരു റീ റിലീസ് റീമാസ്റ്റേർഡ് വേർഷന്റെ ഒരു ട്രെയിലർ നമ്മൾ കുറച്ചു നേരം മുന്നേ കണ്ടിരുന്നു. ആ ഒരു റീമാസ്റ്റേർഡ് വേർഷന്റെ ആ ഒരു ട്രെയിലർ നമുക്ക് സമ്മാനിച്ച ട്രെയിലർ കട്ട് ചെയ്ത ശ്രീ ഡോൺ മാക്സ്. ലെറ്റ്സ് വെൽക്കം ഓൺ ടു ദി സ്റ്റേജ് ശ്രീ ഡോൺ മാക്സ്. അധികം എടുത്തു പറയേണ്ട തന്നെ മറ്റൊരു പേരാണ്. നമ്മളുടെ ഓരോ ട്രെയിലേഴ്സും വളരെ ഇന്റഗ്രേറ്റിംഗ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തി കൂടെയാണ്. ആൻഡ് നൗ നമ്മളുടെ ഒരു 4K വേർഷന്റെ ഡിസ്ട്രിബ്യൂട്ടർ. Let's welcome onto the stage the respected CEO of the Hyzin Global, Mr. Boni Azanar. Mr. Boni Azanar. ഈ ഒരു പേരിന് കുറച്ച് പ്രത്യേക ഹൈപ്പ് വേണമെന്നൊക്കെ ബോൺചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. And now let me welcome from the High Studios Miss Krishnetu and Taza. Krishnetu and Taza from the High Studios. Thank you so much. And yet again from the Hyzin, let's welcome onto the stage Mr. Jibin. Mr. Jibin from the Hyzin Studios. The Hyzin Global, I'm sorry. And നമ്മളുടെ റീമാസ്റ്റേർഡ് വേർഷന്റെ സൗണ്ട് മിക്സിംഗിലെ ആ പിന്നിലുള്ള ദ പേഴ്സൺ മിസ്റ്റർ ഹരി നാരായണൻ. കൈയടി കുറച്ചുകൂടി ശക്തമായ കൈയടി, അത് നിലയ്ക്കാത്ത കൈയടി. അവിടെ ഇനി ആകെ കുറച്ച് പേരൂടെ ഉള്ളൂ. അപ്പൊ കുറച്ച് നിമിഷങ്ങൾ കൂടെ നമുക്ക് അവരുടെ എനർജി ഹൈ ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. And the designers of the remastered version of Kireedam, let's welcome onto the stage Mr. Arjun and Mr. Suraj. അടുത്തതായി 1989 കിരീടം ഇറങ്ങിയപ്പോൾ അതിന്റെ PRO നമ്മളുടെ വാഴൂർ ജോസ് സർ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2026 അത് റീമാസ്റ്റർ ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ PRO നമ്മളുടെ പ്രിയപ്പെട്ട ശിവപ്രസാദ് ചേട്ടനാണ്. ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെരി ഓൺ ശിവപ്രസാദ് ചേട്ടൻ. Alright. താങ്ക് യു സോ മച്ച്. സോ നമ്മളുടെ എല്ലാ മൊമെന്റൂസും നൽകി ഈ ഇത്രയും നേരം നമുക്കൊപ്പം നിന്നതിന് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ലാലേട്ട. ക്ഷമിക്കണം, ഒരാളെ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മളുടെ സബ് ടൈറ്റിൽസ് തയ്യാറാക്കിയ ശ്രീ അനുവിനെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളുടെ സബ് ടൈറ്റിൽസ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീ അനുവിനെ കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ.
And also, may we request the presence of our colorist, Mr. Shan, onto the stage. Requesting the presence of our colorist, Mr. Shan, onto the stage. Alright, so thank you so much. With that, നമ്മളുടെ ഇന്നത്തെ മൊമെന്റോസ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ക്ഷമിക്കണം ഒരു നിമിഷം. സോ NFDCയുടെ സഹകരണത്തോടുകൂടി 7 ആർട്സ് എന്റർടൈൻമെന്റ് ഈ ജൂലൈ 3 ഇതാ നമ്മളുടെ കിരീടം സിനിമ റീമാസ്റ്റർ ചെയ്ത ഡോൾബി അറ്റ്മോസിൽ 4K ദൃശ്യഭംഗിയിൽ എത്തിക്കുകയാണ്. ആൻഡ് ഈ ഒരു വേദിയിൽ നിന്ന് അന്നത്തെ ആ ഒരു സിനിമയുടെ അതിന്റെ പിന്നിലുള്ള അണിയറ കഥകൾ ഒക്കെ തന്നെ പങ്കിടുന്നതിന് ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചു കൊള്ളട്ടെ. മിസ്സസ് ഉഷ ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു അഭിനേത്രി എന്ന നിലയിൽ ഈ സിനിമയിൽ അഭിനയിക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി കരുതുകയാണ്. കിരീടത്തിൽ അഭിനയിച്ച സമയത്തൊന്നും എനിക്ക് ഒരു സിനിമയിൽ എൻ്റെ 6ാമത്തെ സിനിമയാണ്. ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ കാണിച്ച ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷോട്ട് എടുക്കുന്ന ആ സീൻ എടുക്കുന്ന സമയത്താണ് എന്നെ സിബി സാറ് ഇങ്ങനെ ഇതുപോലെ മുണ്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് നിൽക്കുന്നു. ഇതാണ് മോഹൻലാൽ, ഇത് ഉഷ എന്ന് പറഞ്ഞു. അപ്പോൾ ജനലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ചോദിച്ചു ഇത് എത്രാമത്തെ സിനിമയാണ്. എനിക്കറിയാം എത്രാമത്തെ സിനിമയാണെന്ന് ചോദിച്ചു. 6ാമത്തെ സിനിമ, എൻ്റെ 6ാമത്തെ സിനിമയായിരുന്നു കിരീടം. അതിനുശേഷം ഇന്നുവരെ എന്നെ അറിയപ്പെടുന്നത് കിരീടത്തിലെ മോഹൻലാലിൻ്റെ, അത് മോഹൻലാൽ എന്നല്ല, സേതുമാധവൻ്റെ പെങ്ങൾ. ഇന്നും ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടാൽ എൻ്റെ എന്തെങ്കിലും ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻസും ഒക്കെ സേതുമാധവൻ്റെ പെങ്ങൾ, സേതുമാധവൻ്റെ പെങ്ങളെന്ന്. അതൊരു വലിയ അഭിമാനമാണ്. ഇപ്പോൾ ഇവിടെ ട്രെയിലർ കണ്ടു, കിടുങ്ങിപ്പോയി. കാരണം ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതത്തോടെ ആയിരിക്കും ഈ സിനിമ കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഞങ്ങൾ മുൻപ് പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അന്ന് കിരീടം എത്രയോ ഹിറ്റായിട്ടാണ് ഓടിയത്. മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്ര സിനിമയായി ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ ഇതും ഒരു ചരിത്ര സംഭവമായി മാറും എന്നതിൽ ഒരു സംശയമില്ല. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. പ്രസാദ് സ്റ്റുഡിയോസിൽ നിന്നും ശ്രീ ആന്റണി അവർകൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളട്ടെ. ഇവരെയും അഭിസംബോധന ചെയ്ത 2 വാക്കുകൾ നമ്മളുമായി പങ്കിടുന്നതിനായി ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ ആന്റണി ഫ്രം പ്രസാദ് സ്റ്റുഡിയോസ്. ஹலோ செக். நான் தான் ஃபஸ்ட்டு தமிழில் பேசுகிறேன்னு நினைக்கிறேன். இந்த மாதிரி ஒரு ஆப்பர்ச்சுனிட்டி எங்களுக்கு கிடச்சதே ரொம்ப சந்தோஷம். ஃபஸ்ட்டு விஜயகுமார் சார் தான் பிரசாத் லேபுக்கு வந்துட்டு இந்த படத்தை ரிலீஸ் பண்ணணும்னு சொன்னாங்க. ஸோ இட்ஸ் அன் ஆனர் தட் we led it to NFDC. அங்கே அவங்க கிட்ட எதேர்ச்சியாக இந்த படம் பிரிண்ட் இருந்துச்சு. அதுக்கப்புறம் நிறைய ஹார்ட் ஒர்க் பண்ணி இதை நாங்கள் ரொம்ப கஷ்டப்பட்டு ரெஸ்டோர் பண்ணோம். அண்ட் த மேன் பிஹைண்ட்ஸ், ஆனால் நிறைய அவர் பேர் தெரியாது, போனி, ஹைசன் ஸ்டுடியோஸ்லேருந்து பிரசாத் லேப் ப்ளஸ் NFDC எல்லாம் சேர்ந்து கொலாபரேட் பண்ணி இந்த ஒர்க்கை நாங்கள் கொண்டு வந்திருக்கோம். We're looking forward to see this wonderful movie in the cinema. Thank you. Thank you so much, and may I also request ശ്രീ കൊല്ലം തുളസി അവർകളെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
Thank you, sir.